എളുപ്പം ഉള്ളതെന്നൊക്കെ അപ്പൂപ്പൻ കണ്ടുപിടിച്ച് പറഞ്ഞെന്നായിരുന്നു. ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഗൈസ് അതിൻ്റെ ബാക്കിലൊരു ആറ് കണ്ടത്. ആ ആറ് കണ്ട് നമ്മളെ കുറച്ച് നേരം അവിടെ പോവാന്ന് പറഞ്ഞിട്ട് ആ ആറിന് ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ ഒരു അടിപൊളി റംബൂട്ടാൻ മരം. എൻ്റെ ഒന്നും എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ, ഒരു തുള്ളി ലീഫ് പോലും ഇല്ല. നമ്മൾ ട്രാൻഡ്രം കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും ആ മരം നിറയെ റംബൂട്ടാൻ. ഒന്ന് പറിച്ചോട്ടേന്ന് ചോദിക്കാൻ പോയതാ. അപ്പം അവിടെയുള്ള നല്ല മനുഷ്യനായ മാമ നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര വേണമെന്ന് ആഗ്രഹം അത്രയും പറിച്ച് കഴിച്ചോളാൻ. അവസാനം ഗവി ബസ് കിട്ടിയില്ലെങ്കിലും റംബൂട്ടാൻ കിട്ടിയതിൻ്റെ സന്തോഷം കുറച്ചൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അതും പറിച്ച് ആറിൻ്റെ അടുത്ത് പോയിരുന്നു കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല ഗൈസ്. കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, ഇനി നേരെ പത്തനംതിട്ട പോവുക, പത്തനംതിട്ട നിന്ന് കൊല്ലം ടു ട്രിവാൻഡ്രം, ഇതേ ഉള്ളൂ. നമ്മുടെ ഫുൾ ഗവി പ്ലാനും കോളമായി, നല്ല വിഷമമായി. പിന്നെ ആകെ സന്തോഷം നമുക്ക് റംബൂട്ടാൻ കിട്ടിയെന്നുള്ളത് മാത്രമായിരുന്നു. ഒന്നാമതേ നമുക്ക് ഫ്രീ ടിക്കറ്റാണ്, ടിക്കറ്റിന് പൈസ പോലും കൊടുക്കണ്ട. ആകെ നമുക്ക് ടിക്കറ്റിന് എടുക്കേണ്ടി വന്നത് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് പത്തനംതിട്ട പോയപ്പോഴാണ്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കയറുന്ന ബസ്. സോ നമ്മളിനി വേറെ നിവർത്തിയില്ലാണ്ട് പത്തനംതിട്ട ബസ് വന്നു. നമ്മൾ അതിൽ കയറി 1.5 മണിക്കൂറോളം കിടന്നുറങ്ങി. നമ്മൾ നേരെ പത്തനംതിട്ട എത്തി ഗൈസ്. പത്തനംതിട്ട എത്തിയതിന് ശേഷം നമ്മൾ നേരെ അടുത്ത് കൊല്ലം ബസ്സിൽ കയറി, കൊല്ലം ബസ് ടു ട്രിവാൻഡ്രം, അങ്ങനെയാണ് പ്ലാൻ. അങ്ങനെ ഗൈസ് കൊല്ലം ബസ്സിൽ കയറി ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത് ഗൈസ്. ഗവി കാണാൻ ആഗ്രഹിച്ചത് നമ്മളെ പടച്ചൻ അങ്ങനെയൊന്നും വെറുതെ വിടൂല ഗൈസ്. അപ്പോഴാണ് നമ്മളെ മുന്നിൽ